ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുധീഷിന്റെയും നിധിയുടെയും വെഡിംഗ് റിസപ്ഷന്റെ വീഡിയോ സാന്ദ്രയെ കാണിക്കുകയാണ് അരുൺ. അത് കണ്ട് സാന്ദ്ര ഞെട്ടി നിൽക്കുമ്പോൾ അരികിലേക്ക് വന്ന ഹേമയും അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. അരുൺ പറയുന്നു, നമ്മൾ ഇവളെ കുറിച്ച് ഓർത്ത് ഇങ്ങനെ വിഷമിക്കുന്നത്. അവള് നല്ല സന്തോഷത്തിൽ തന്നെ ഇരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കല്യാണം പോരാന്ന് തോന്നിട്ട് നാട്ടുകാരെ മുഴുവൻ വിളിച്ച് വീണ്ടും കല്യാണം നടത്തിയിരിക്കുന്നു. രാജീവ് പറയുന്നു, അരുൺ അതൊന്ന് കാണിച്ച്. രാജീവ് ആ വീഡിയോ കാണുമ്പോൾ അരുൺ പറയുകയാണ്, എത്ര സന്തോഷത്തോടെ അവള് നിൽക്കുന്നതെന്ന് കണ്ടില്ലേ? അവൾ എല്ലാം പ്ലാൻ ചെയ്തിട്ടാ പോയത്. അച്ഛൻ ഇവിടെ ആശുപത്രിയിൽ കിടക്കുമ്പോഴാ അവള് സ്റ്റേജിൽ കയറി കല്യാണം ആഘോഷിച്ചത്. അവൾക്ക് വേണ്ടി നമ്മൾ ഇനി ആലോചിച്ചിരിക്കണോ? അവള് ശരിക്കും ഫ്രോഡാണച്ചാ. രാജീവ് വിഷമത്തോടു കൂടി അകത്തേക്ക് പോകുമ്പോൾ ഹേമ ചോദിക്കുന്നു, എടാ എന്തിനാടാ ആ വീഡിയോ ഇപ്പം അച്ഛനെ കാണിച്ചത്? മരിച്ചു ജീവിച്ചൊരു മനുഷ്യനല്ലേ അത്? അരുൺ പറയുന്നു, കാണിക്കണ്ടെന്ന് തന്നെ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. അപ്പോഴാ ഇവളുടെ ഒടുക്കത്തെ സപ്പോർട്ട്. നമ്മൾ വിചാരിക്കുന്ന വിഷമം അവൾക്ക് ഇല്ലാന്ന് കാണിക്കാനാ ഞാനിപ്പോ ഇത് കാണിച്ചത്. അങ്ങനെ അരുൺ അവിടെ നിന്ന് പോകുമ്പോൾ ഹേമ പൊട്ടിക്കരയുകയാണ്. ഹേമയെ സമാധാനിപ്പിക്കാനായി ശ്രമിക്കുകയാണ് സാന്ദ്ര. പിന്നീട് കാണിക്കുന്നത് സുധീഷും നിധിയും ഒരു ഹോസ്റ്റലിലേക്ക് വരികയാണ്. സെക്യൂരിറ്റി പറയുന്നു, അതെ ഇവിടെ ജെൻസ് അലൗഡ് അല്ല. സുധീഷ് പറയുന്നു, അതിന് ഞാനിവിടെ താമസിക്കാൻ വന്നതൊന്നുമല്ല, ഈ കുട്ടിക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നതാ. അത് അലൗഡ് അല്ലേ? സെക്യൂരിറ്റി പറയുന്നു, അവിടെ വാർഡൻ ഉണ്ട്, പോയി കണ്ടാ മതി. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് നിധിയെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ്. നിധി ചോദിക്കുന്നു, ഇവിടെ ഓരോരുത്തർക്കായിട്ട് സെപ്പറേറ്റ് റൂം ഉണ്ടോ, അതോ കുറെ പേര് കൂടി ഡോമറ്ററി പോലെയാണോ താമസം? സുധീഷ് പറയുന്നു, അതെങ്ങനെ എനിക്കറിയാം, നമുക്ക് നോക്കാമെന്ന്. ഇനിയിപ്പോ അഥവാ മുറി ഇഷ്ടമായില്ലെങ്കിൽ അടുത്ത നിമിഷം തന്നെ എന്റെ കൂടെ തിരിച്ചു പോകാം. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഹോസ്റ്റലിലേക്ക് പോകാമെന്ന. അങ്ങനെ അവർ വാർഡന്റെ റൂമിലേക്ക് വരികയാണ്. സുധീഷ് പറയുന്നു, നമസ്കാരം മേഡം, ഞങ്ങൾ വന്നത് ഒരു അഡ്മിഷന് വേണ്ടിയിട്ടായിരുന്നു. വാർഡൻ ചോദിക്കുന്നു, ഈ കുട്ടിക്കാണോ? അതേന്ന് സുധീഷ് പറയുമ്പോൾ വാർഡൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭാര്യയാണോ? സുധീഷ് പറയുന്നു, അത് ഈ ഭാര്യ. അതെ. വാർഡൻ പറയുന്നു, ഇരിക്കും. പേരെന്താ കുട്ടിയുടെ? നിധി പേര് പറയുമ്പോൾ വാർഡൻ ചോദിക്കുകയാണ്, സ്റ്റുഡന്റാ? അല്ല മേഡം എന്ന് നിധി പറയുമ്പോൾ വാർഡൻ ചോദിക്കുന്നു, റൂമിന്റെ പർപ്പസ് എന്താ? നിധി പറയുന്നു, ഇവിടെ താമസിച്ച എന്തെങ്കിലും ജോലി നോക്കണം. വാർഡൻ ചോദിക്കുന്നു, വീട് ഒരുപാട് അകലെയാണോ? തക്കലയ്ക്കടുത്താണെന്ന് നിധി പറയുമ്പോൾ വാർഡൻ പറയുകയാണ്, ഇവിടെ 3 ടൈപ്പ് റൂം ഉണ്ട്. സിംഗിൾ ആണെങ്കിൽ കുറച്ചു ദിവസം വെയിറ്റ് ചെയ്യണം. 2 പേര് ഷെയർ ചെയ്യുന്നതും 4 പേര് ഷെയർ ചെയ്യുന്നതുമായ റൂമുകളുണ്ട്. നിധി പറയുന്നു, എനിക്ക് 2 പേര് ഷെയർ ചെയ്യുന്നത് കുഴപ്പമില്ല, ഉടനെ വേണം. വാർഡൻ പറയുന്നു, ഓക്കെ, ഇതൊന്ന് പൂരിപ്പിച്ച് തന്നേക്ക്. നിധി ഫോം പൂരിപ്പിച്ചു കൊടുക്കുകയാണ്. സുധീഷ് മനസ്സിൽ പറയുന്നു, ഇത്ര പെട്ടെന്ന് ശരിയായോ? അപ്പൊ ഇനി ഇവളെ വീട്ടിലേക്ക് വരില്ലെന്നാണോ? എന്റെ ഈശ്വര, ഇത്രയും കടമ്പകൾ കടന്നിട്ട് ഇപ്പൊ ഇവിടെ വെച്ച് ഉപേക്ഷിച്ചു പോരണമെന്നാണോ? നിധി ചോദിക്കുന്നു, റൂം ഒന്ന് കാണാൻ പറ്റുമോ? വാർഡൻ പറയുകയാണ്, അതിനെന്താ, അതിനു മുമ്പേ നിങ്ങളുടെ ആധാർ കാർഡ് തരുമോ? ഇത് കേട്ട് നിധി ടെൻഷനോട് കൂടി ഇരിക്കുമ്പോൾ സുധീഷ് സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. വാർഡൻ പറയുന്നു, ലൈസൻസോ പാസ്പോർട്ടോ അങ്ങനെ ഏതായാലും മതി, അത് വരുമ്പോൾ എടുത്തില്ല മേഡം എന്ന് നിധി പറയുമ്പോൾ വാർഡൻ ചോദിക്കുന്നു, സോഫ്റ്റ് കോപ്പി എന്തെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് സുധീഷ് ഓർക്കുകയാണ്, ഒരു ദിവസം നിധി ആധാർ കാർഡിന്റെ കോപ്പി എടുക്കണമെന്ന് പറഞ്ഞത്, എനിക്ക് അയച്ചാൽ മതി, ഞാൻ എടുത്തോളാമെന്ന് സുധീഷ് പറഞ്ഞു. തുടർന്ന് നിധി ചോദിക്കുന്നു, സുധീഷ്, ഞാൻ ഒരിക്കൽ സുധീഷിന്റെ ഫോണിൽ ആധാർ അയച്ചിരുന്നില്ലേ, അത് ഈ ഫോണിൽ കാണില്ലേ? സുധീഷ് പറയുന്നു, അത് ശരിയാണല്ലോ, കാണും കാണും, നോക്കട്ടെ. അയ്യോ, അതെങ്ങനെയോ ഡിലീറ്റ് ആയി പോയല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യുക? നിധി ചോദിക്കുന്നു, ഇനി എന്ത് ചെയ്യും മേഡം? വാർഡൻ പറയുകയാണ്, ID പ്രൂഫ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മുമ്പായിരുന്നെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ IDയിൽ അഡ്മിഷൻ എടുക്കാമായിരുന്നു, പക്ഷേ ഇപ്പൊ അതും പറ്റില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യും മേഡം എന്ന് നിധി ചോദിക്കുമ്പോൾ വാർഡൻ പറയുന്നു, പോയി IDയുമായിട്ട് വരൂ, വേറെ ഒരു മാർഗവും ഇല്ല. സുധീഷ് ചോദിക്കുന്നു, എന്റെ ID പോരാ അല്ലെ മേഡം? പോരാന്ന് വാർഡൻ പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി എന്നാ നമുക്ക് പോകാം, നമുക്ക് വേറെ നോക്കാമെന്നേ. വാർഡൻ ചോദിക്കുന്നു, ഇയാളുടെ വീട് എവിടെയാ? സുധീഷ് പറയുന്നു, എന്റെയോ ഇവിടെ അടുത്ത് തന്നെയാ. വാർഡൻ ചോദിക്കുന്നു, പിന്നെന്തിനാ ഹോസ്റ്റലിൽ താമസിക്കുന്നത്? സുധീഷ് പറയുന്നു, അല്ല, അടുത്തുള്ളത് ഒരു കസിന്റെ വീടാ, എന്റെ വീട് ഇവിടെയല്ല. വാർഡൻ പറയുന്നു, ഇയാളെ കണ്ടപ്പോൾ എവിടെയോ പരിചയമുള്ളത് പോലെ. അതിന് വഴിയില്ലെന്ന് സുധീഷ് പറയുമ്പോൾ വാർഡൻ പറയുകയാണ്, ഒരിക്കൽ ഓൺലൈൻ ടാക്സി വിളിച്ചപ്പോൾ വന്ന ആ ഡ്രൈവറുടെ ചായയുണ്ട് ഇയാൾക്ക്, അതുകൊണ്ട് ചോദിച്ചതാ. ഇത് കേട്ട് സുധീഷ് ഓർക്കുകയാണ്, വാർഡൻ ഒരിക്കൽ കാറിൽ കയറിയതും മാരീഡ് ആണോ എന്ന് ചോദിച്ചതുമല്ല. തുടർന്ന് ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു, ഏയ് അത് ഞാനാകില്ല, ശരി എന്നാൽ വാ നിധി, നമുക്ക് പോകാം. അങ്ങനെ നിധിയെയും കൂട്ടി സുധീഷ് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജോലിക്കാർ പന്തൽ അഴിക്കുകയാണ്. അവിടേക്ക് വന്ന ഹരീഷ് ചോദിക്കുന്നു, ചേട്ടന്റെ കയ്യിൽ പൈസയുണ്ടോ? അല്ല, ഇന്നലെ മുതൽ ഒരുപാട് ചിലവ് ചെയ്യുന്നതല്ലേ? സുഭാഷ് പറയുന്നു, നീ ടെൻഷൻ അടിക്കണ്ടടാ, ആവശ്യത്തിനുള്ള കാശ് ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നലെ റിസപ്ഷൻ നന്നായില്ലേ, അത് മതി. ഭാസ്കരൻ പറയുന്നു, എന്നാലും വേണ്ടത്ര ഗുമ്മായൊന്നൊരു സംശയം. പന്തലും സ്റ്റേജും ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആയില്ല. ഒരു പച്ച കർട്ടനും ചുവന്ന സോഫയും മഞ്ഞ പൂവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി എടുപ്പുണ്ടായേനെ. ഇതൊരുമാതിരി ശവപ്പെട്ടി വെക്കുന്ന പന്തല് പോലെ. പിന്നെ മഴ ചാറിപ്പോയത് നന്നായി, ഇത്തിരി നന്നായിട്ട് പെയ്തിരുന്നെങ്കിലേ പന്തല് തലയും കുത്തി താഴെ കിടന്നേനെ. പഴയ ഉറപ്പൊന്നുമില്ല ഇപ്പോഴത്തെ പണിക്ക്. ഒരാൾ പറയുന്നു, വേറെ എവിടെ ഇടുന്നതിലും സ്ട്രോങ് ആയിട്ടാ ഇവിടെ ഇട്ടത്, അതും സുഭാഷേട്ടൻ പറഞ്ഞിട്ട്. ഭാസ്കരൻ പറയുന്നു, ഓ അങ്ങനെയാണെങ്കിൽ നീയൊക്കെ വേറെ സ്ഥലത്തിടുന്ന പന്തലിന്റെ കാര്യമൊക്കെ കട്ടപ്പുകയായിരിക്കുമല്ലോടാ. ഹരീഷ് പറയുന്നു, ഒന്ന് മിണ്ടാണ്ടിരിക്കാൻ പറയുന്നുണ്ടോ സുഭാഷേട്ടാ, വെറുതെ വെറുപ്പിക്കാൻ നിൽക്കല്ലേ. സുഭാഷ് പറയുന്നു, വിടടാ, നീ വാ. ഈ സമയം എടാ എന്ന് വിളിച്ച ദേഷ്യത്തോടു കൂടി അവിടേക്ക് വരികയാണ് ഗംഗാധരനും ലളിതയും. ഗംഗാധരൻ ചോദിക്കുന്നു, ആരോട് ചോദിച്ചിട്ടാടാ ഈ മുറ്റത്ത് പന്തല് കെട്ടി കല്യാണം നടത്തിയത്? എടാ
ചോദിച്ചത് കേട്ടില്ലേ? ആരോട് ചോദിച്ചിട്ടാ പന്തലിട്ടേന്ന്? ഭാസ്കരൻ പറയുന്നു, ഹലോ കൂടെ പിറന്ന കൂടപ്പിറപ്പെ, അള്ളുവയ്ക്കും അനുജത്തി, പശുവും ചെത്ത് മോരിലെ പുളിയും പോയി, എന്നിട്ടാണോ കാര്യങ്ങൾ അന്വേഷിച്ചിറങ്ങിയത്? ലളിത ചോദിക്കുന്നു, ഇയാളെന്താ കളിയാക്കുകയാണോ? ഭാസ്കരൻ പറയുകയാണ്, അതേടി കളിയാക്കിയത് തന്നെയാ. അല്ലെങ്കിൽ ഇന്നലെ വന്ന് കള്ളും കുടിച്ച് ചിക്കനും നക്കിയിട്ട് പോയിട്ട് നിന്റെ ചേട്ടൻ ഇന്ന് വന്ന് കാര്യം അന്വേഷിക്കുമോ? ലളിത പറയുന്നു, ഒരു ചടങ്ങ് നടക്കുന്ന വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കണ്ടെന്ന് കരുതിയാ ഇന്നലെ ഒന്നും മിണ്ടാതിരുന്നത്. ഭാസ്കരൻ പറയുകയാണ്, ഇന്നിപ്പം ചടങ്ങ് കഴിഞ്ഞില്ലേന്ന് വിചാരിച്ചങ്ങ് മിണ്ടാതിരുന്നാ പോരെ? ഗംഗാധരൻ പറയുന്നു, ദേ സുഭാഷേ, ഈ വീട് ഞങ്ങൾക്കാണോ നിങ്ങൾക്കാണോ എന്നുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുക. ഇതിനെ ചുറ്റിയുള്ള മുഴുവൻ സ്ഥലവും ഞങ്ങളുടേതാ. എന്നിട്ട് ഒരു വാക്ക് ചോദിക്കാതെ ഈ മുറ്റത്ത് പന്തലിടുന്നു, ആളെ വിളിക്കുന്നു, ബിരിയാണി വെക്കുന്നു. ഇതൊക്കെ ശരിയാണെന്നാണോ? സുഭാഷ് പറയുന്നു, വെല്ലേച്ച, അന്ന് ഞാനും നികേഷും കൂടി വന്ന് നിങ്ങളെ ക്ഷണിച്ചതല്ലേ? ഗംഗാധരൻ പറയുകയാണ്, നിന്റെ അനുജന്റെ കല്യാണത്തിന് ബിരിയാണി തിന്നാൻ ക്ഷണിച്ചതിനെ പറ്റിയല്ല ഞാൻ ചോദിച്ചത്, ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട വീട്ടുമുറ്റത്ത് പന്തലിട്ടതിനെ പറ്റിയാ. ഭാസ്കരൻ പറയുന്നു, അതെ, അത് ഞങ്ങളുടെ സൗകര്യം, നിങ്ങൾ ഇറങ്ങി പോകാൻ നോക്ക്. ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ്, നിങ്ങളുടെ സൗകര്യമെന്നോ? അത് ശരി, ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് നികളിപ്പ് കാണിക്കുന്നു. അങ്ങനെ മുറ്റത്തിരിക്കുന്ന ഒരു പാത്രം തട്ടിത്തെറിപ്പിക്കുകയാണ് ഗംഗാധരൻ. ഭാസ്കരൻ പറയുന്നു, അതെ, നിന്നെ കൊണ്ട് പരമാവധി കാണിക്കാൻ പറ്റുന്നത് ഇതൊക്കെയാ, അത് കാണിച്ചിട്ടങ്ങ് പോകാൻ നോക്ക്. ഇത് കേട്ട് ഗംഗാധരൻ എടാന്ന് വിളിക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്താ വലിയ ഇപ്പോഴത്തെ പ്രശ്നം? പന്തലിപ്പം ആളുകൾ വന്ന് അഴിച്ചുകൊണ്ട് പോവുകയല്ലേ, സ്ഥലം അതുപോലെ തന്നെ കിടക്കുകയല്ലേ? ഹരീഷ് പറയുകയാണ്, ചേട്ടനൊന്നും മിണ്ടാതിരുന്നേ, കല്യാണം എങ്ങനെയെങ്കിലും മുടങ്ങി പോകണമെന്ന് വിചാരിച്ച് കാത്തിരുന്നവരാണിവര്. നല്ലപോലെ നടന്നു കണ്ടപ്പോൾ കണ്ണുകടിയാണിത്. അത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് പന്തല് കെട്ടിയതെന്തിനാ, ബിരിയാണി വെച്ചതെന്തിനാ എന്നൊക്കെ ചോദിച്ച വഴക്കുണ്ടാക്കാൻ വന്നത്. വായടക്കിട ആദ്യമെന്ന് ഗംഗാധരൻ പറയുമ്പോൾ ഹരീഷ് പറയുകയാണ്, ആദ്യം നിങ്ങൾ വായടക്ക്, എന്നിട്ട് മതി ഇങ്ങോട്ട്. ഒരു വെല്ലേച്ചൻ സംസാരിക്കുന്നത് പോലെ അല്ലല്ലോ നിങ്ങളുടെ സംസാരം. ഗംഗാധരൻ പറയുന്നു, നീ എന്നെ സംസാരിക്കാൻ പഠിപ്പിക്കണ്ട, ആദ്യം ആരോട് ചോദിച്ചിട്ടാ പന്തലിട്ടേന്ന് പറ, എന്നിട്ട് മതി ബാക്കി. ഭാസ്കരൻ പറയുന്നു, ചത്ത് മുകളിലിരിക്കുന്ന എന്റെയും നിന്റെയും തന്തയോട് 1.5 അടി താഴ്ചയിൽ കാല് കുഴിച്ചിട്ടോളാൻ അങ്ങേര് നരകത്തിന്ന് നേരിട്ട് വിളിച്ചു പറയുകയായിരുന്നു, മതിയോ? സുഭാഷ് പറയുന്നു, വെല്ലേച്ച, ശരി ശരി, ചോദിക്കാതെ ചെയ്തത് ഞങ്ങളുടെ തെറ്റ്, സമ്മതിക്കുന്നു, അതിന് ഞങ്ങള് മാപ്പും ചോദിക്കുന്നു, പോരെ? ഗംഗാധരൻ ചോദിക്കുന്നു, മാപ്പോ? ആർക്ക് വേണം നിന്റെ മാപ്പ്? പന്തലിടാൻ നീ സ്ഥലം ഉപയോഗിച്ചതിന്റെ കാശ് എത്രാന്ന് വെച്ചാൽ അത് ആദ്യം വെക്ക്. ഭാസ്കരൻ പറയുന്നു, നായ നക്കിയെ കുടിക്കൂന്ന് പറയുന്നത് വെറുതെ അല്ലടാ, ഒന്ന് പോകാൻ നോക്ക്. ലളിത പറയുകയാണ്, ഇന്നലെ രാത്രി തന്നെ ഇത് മുടക്കേണ്ടതായിരുന്നു, കാര്യം നടന്നു പൊയ്ക്കോട്ടെ എന്ന് കരുതി നമ്മൾ വിട്ടതാ തെറ്റായി പോയത്. ഭാസ്കരൻ പറയുകയാണ്, അതല്ലടി, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴാ ഈ കുരുട്ടുബുദ്ധി നിന്റെ മണ്ടയിലോട്ട് ഉദിച്ചത്, നേരത്തെ അത് തോന്നാതിരുന്നതാണ് തെറ്റെന്ന് പറ. ഗംഗാധരൻ ചോദിക്കുന്നു, ഈ സ്ഥലം വാടകയ്ക്ക് കൊടുത്താൽ എത്ര രൂപ കിട്ടുമെന്നറിയുമോ? നിനക്കിത് ഓസിന്റെ തരാനേ എന്റെ തലയ്ക്ക് എന്താ ഓളം ഉണ്ടോ? മര്യാദയ്ക്ക് തറ വാടകയായിട്ട് 20,000 രൂപ വെച്ചേക്കണം. ഭാസ്കരൻ പറയുന്നു, എടാ, നിന്നെ പോലെ ഒരു തറ വാടക ചോദിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഹരീഷ് പറയുകയാണ്, 1 രൂപ തരാൻ പോകുന്നില്ല. ഭാസ്കരൻ പറയുന്നു, അതാണ് തന്റെ വിലയില്ലെങ്കിലും നീ ഒരു ആൺകുട്ടിയാടാ, അങ്ങനെ ചോദിക്കടാ. ലളിത പറയുന്നു, എവിടെ നിന്നോ ഒരു പണക്കാരി പെണ്ണിനെ പറ്റിച്ചു കടത്തിക്കൊണ്ട് വന്നിട്ട് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി പന്തലിട്ട് ഷോ കാണിച്ചാൽ ആ പെണ്ണിവിടെ നിൽക്കുമെന്നാണോ വിചാരം? അവൾ ഇവിടെ നിന്ന് ഓടിപ്പോകാൻ അധികം ദിവസമൊന്നും വേണ്ട, നോക്കിക്കോ. ഹരീഷ് പറയുന്നു, അത് ഞങ്ങൾ നോക്കിക്കോടാം, നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ട. സുഭാഷ് പറയുന്നു, എടാ മോനെ, നീ തറുതല പറയാതെ കുറച്ചു നേരം ഒന്ന് മിണ്ടാതെ നിൽക്ക്. ഹരീഷ് പറയുന്നു, ശല്യങ്ങളാ ചേട്ടാ ഇവര്, ചെവിയില് മൂട്ട പോയതുപോലെ കിരി 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 കിരി. ഗംഗാധരൻ ചോദിക്കുന്നു, ആരാടാ കിരികിരിന്ന്? ഇതൊക്കെ നിങ്ങൾ പോയി നിങ്ങളുടെ സ്ഥലത്ത് ചെയ്യണം, ഇത് എന്റെ സ്ഥലമാടാ. എന്തായാലും ഇത്രയായില്ലേ, ഇനി കേസ് കഴിയുന്നത് വരെ ഇവിടെ കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ അവന് ശല്യങ്ങളായെന്ന് അകത്ത് കയറി ചട്ടിയും കലവും എല്ലാം എടുത്ത് പുറത്തിട്ടിട്ടെ കഴുത്തിന് പിടിച്ച് തള്ളുകയാ വേണ്ടത്. ലളിത പറയുന്നു, അതെ ഏട്ടാ, അതാ ചെയ്യേണ്ടത്, ഇതിങ്ങനെ വിട്ടാലേ ചുറ്റുമുള്ള നമ്മുടെ സ്ഥലം കൂടി ഇവര് കയ്യേറും. ഗംഗാധരൻ പറയുന്നു, അതെ, ഇനി കേസുമില്ല കോടതിയില്ല, കയ്യോടെ വലിച്ച് പുറത്തിട്ടിട്ട് തന്നെ കാര്യം. അങ്ങനെ ഗംഗാധരൻ അകത്തേക്ക് കയറാനായി തുടങ്ങുമ്പോൾ തടഞ്ഞുകൊണ്ട് ഭാസ്കരൻ പറയുന്നു, ഞാൻ ഒരുത്തൻ കുഴി ചുട്ടതുപോലെ ഇവിടെ ഇരിക്കുമ്പോൾ താനൊക്കെ വീട്ടിനകത്തോട്ട് കയറുമോ? ഗംഗാധരൻ ചോദിക്കുന്നു, നീ എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യുമെന്ന് നിന്നെ ഞാൻ പറഞ്ഞ് ഭാസ്കരൻ ഗംഗാധരനെ പിടിച്ചു തെള്ളുകയാണ്. ഗംഗാധരൻ തലയിടിച്ച് വീടുകയാണ്. വെള്ളിച്ചാന്ന് വിളിച്ച് സുഭാഷ് അരികിലേക്ക് ഓടി ചെല്ലുമ്പോൾ സുഭാഷിനെ തള്ളിമാറ്റി ലളിത പറയുന്നു, മാറി നിൽക്കടാ അങ്ങോട്ട്. എഴുന്നേൽക്ക് ചേട്ടാ, എഴുന്നേൽക്ക്, ഇയാളെന്റെ ചേട്ടനെ കൊല്ലാൻ നോക്കിയല്ലേ? ഭാസ്കരൻ പറയുന്നു, അതേടി, ഇപ്പൊ ചത്തില്ലല്ലോ, വിളിച്ചോണ്ട് പോകാൻ നോക്ക്. സുഭാഷ് പറയുന്നു, അച്ഛാ ഒന്ന് മിണ്ടാതിരിക്കച്ചാ. ഗംഗാധരൻ ചോദിക്കുന്നു, എടാ, നീ എന്നെ അടിച്ചല്ലേ? ഭാസ്കരൻ പറയുന്നു, അടിക്കൂടാ, പിടിച്ചു തള്ളും, പക്ഷെ ഇനി ഇയാൾ ഒരിടി മുന്നോട്ട് വെച്ചാൽ അടിച്ച് തലമണ്ട പൊട്ടിക്കും ഞാൻ, കാണോടാ. ഗംഗാധരൻ പറയുന്നു, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. അപ്പോൾ ഭാസ്കരൻ പറയുകയാണ്, സൗകര്യം പോലെ ഞാൻ വീട്ടിൽ വന്ന് വാങ്ങിച്ചോളാം. ലളിത പറയുന്നു, ഞങ്ങൾ ഇയാളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റും, നോക്കിക്കോ. ഭാസ്കരൻ പറയുകയാണ്, ഒന്ന് പോടി, ഇറങ്ങി പോടി വീട്ടിൽ നിന്ന്. ലളിത പറയുന്നു, താൻ പോടോ, വായേട്ടാ. അങ്ങനെ ഗംഗാധരനെയും കൂട്ടി ലളിത അവിടെ നിന്ന് പോവുകയാണ്. ഭാസ്കരൻ പറയുന്നു, തിരിഞ്ഞു നോക്കാതെ പോടി. ഭാസ്കരനെ തടഞ്ഞുകൊണ്ട് എന്തിനാച്ചാന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു, നീ പോടാ. തുടർന്ന് ID പ്രൂഫ് ഇല്ലാത്തത് കൊണ്ട് നിധിക്ക് ഒരു ഹോസ്റ്റലിലും അഡ്മിഷൻ കിട്ടുന്നില്ല. വിഷമത്തോടുകൂടി വണ്ടിയുടെ അരികിലേക്ക് വന്ന് നിൽക്കുകയാണ് നിധി. വെള്ളം എടുത്തു കൊടുത്തുകൊണ്ട് സുധീഷ് പറയുന്നു, ദാ കുടിക്ക്. 6-7 സ്ഥലത്ത് നമ്മൾ നോക്കിയില്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? നിധി പറയുന്നു, ഇത് ഇത്ര ബുദ്ധിമുട്ടാണെന്ന് ഞാനും വിചാരിച്ചില്ല. എന്റെ ഒരു അവസ്ഥ നോക്കിയേ, വീട്ടിൽ നിന്ന് പോകുന്നത് ഒരു ഹോസ്റ്റലിൽ താമസിച്ച് ഏതെങ്കിലും ജോലി കണ്ടുപിടിച്ച് ജീവിക്കാനും പഠിപ്പ് പൂർത്തിയാക്കാനും വേണ്ടിയാ. എന്നിട്ട്
കിട്ടിയപ്പോൾ നടുവഴിയിൽ ഇങ്ങനെയായി പോയില്ലേ? ID പ്രൂഫ് ഇല്ലാതെ താമസിക്കാനും ഇടം കിട്ടില്ല, സർട്ടിഫിക്കറ്റ്സ് ഇല്ലാതെ നാളെ മുതൽ ഇന്റർവ്യൂവിനും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, വീട്ടിൽ ചോദിച്ചാൽ അതൊന്നും തരാനും പോകുന്നില്ല. എന്തൊരു വിധി എന്റെ ഈശ്വര. നമുക്ക് ഒന്നുകൂടി ഒന്ന് അന്വേഷിച്ചാലോ? ഇനി കാര്യം ഉണ്ടാകുമോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, പെയിൻ ഗസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും, നമുക്ക് നോക്കാം പ്ലീസ്. സുധീഷ് പറയുന്നു, ഓക്കെ ഞാൻ റെഡിയാ, പോകാം, കേറിക്കോ. അങ്ങനെ അവർ പെയിൻ ഗസ്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ നോക്കി ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അവിടെ റൂം ഒഴിവില്ലാന്ന് പറയുന്നു. തുടർന്ന് സുധീഷ് ചോദിക്കുന്നു, ഇനി എന്ത് വേണം? അവൾ നിധി പറയുകയാണ്, എനിക്കിത് മനസ്സിലാകുന്നില്ല. ID പ്രൂഫ് ഇല്ലാതെ ഒരു സ്ഥലത്തും അഡ്മിഷൻ കിട്ടില്ല എന്ന് വന്നാൽ? സുധീഷ് പറയുകയാണ്, ഒരു വഴിയുണ്ട്. ID പ്രൂഫ് ആയിട്ട് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുത്താലോ? പക്ഷെ അതോടെ നമ്മള് ഭാര്യ ഭർത്താക്കന്മാരാണെന്നുള്ളതിന് വീണ്ടും ഒരു ഉറപ്പ് കൂടും. ഇയാൾ അവിടുന്ന് തിരിച്ചു പോരുമ്പോഴും ഞാൻ വരേണ്ടി വരും, ലോക്കൽ ഗാർഡിയനായിട്ട് ഞാൻ സൈൻ ചെയ്യേണ്ടി വരും. നിധി പറയുന്നു, അയ്യോ അതൊന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ ആ സർട്ടിഫിക്കറ്റ് ഒരു കുരുക്കായിട്ടിരിക്കുക, ഇനി അതിനെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. സുധീഷ് പറയുന്നു, അല്ല വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞേ ഉള്ളൂ. നിധി പറയുന്നു, നമുക്ക് വേറെ എവിടെയെങ്കിലും. അപ്പോൾ സുധീഷ് പറയുകയാണ്, ദേ ഈ തിരുവനന്തപുരം നഗരത്തിൽ ഇനിയും അന്വേഷിക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല, താൻ സമാധാനപ്പെടടോ, 1-2 ദിവസം ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് മാറാലോ, അതുവരെ വീട്ടിൽ നിൽക്കാം. എന്ത് പറയുന്നു? നിധി സമ്മതം മൂളുമ്പോൾ സുധീഷ് പറയുകയാണ്, എനിക്ക് കേറ. നിധി പറയുന്നു, വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, എന്റെ കയ്യിലൊട്ടും പൈസയില്ല. സുധീഷ് ചോദിക്കുന്നു, അതിനെന്താ, പൈസ വേണോ? നിധി പറയുന്നു, അതല്ല, എനിക്ക് ഈ 2 വളയൊന്ന് വിൽക്കണമായിരുന്നു. സുധീഷ് പറയുകയാണ്, സ്വർണം വിൽക്കാനോ? ഏയ് അതൊന്നും വേണ്ട, പൈസ ഞാൻ സംഘടിപ്പിച്ച് തന്നോളാം. നിധി പറയുന്നു, അത് പോരാ, എനിക്ക് കുറച്ച് ക്യാഷ് കയ്യിൽ വെക്കണം. അങ്ങനെ നിധി വള ഊരാനായി തുടങ്ങുമ്പോൾ സുധീഷ് പറയുകയാണ്, ഏയ് വേണ്ട, അതവിടെ കിടക്കട്ടെ, തനിക്ക് എത്രയാ വേണ്ടെന്ന് പറ, ഞാൻ തരാം ക്യാഷ്. അത് തന്റെ കയ്യിലോട്ടിട്ട് അതവിടെ കിടന്നോട്ടെ, അതാ അതിന്റെ ഭംഗി. നിധി പറയുന്നു, സുധീഷ് പ്ലീസ്, ആദ്യം ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എനിക്ക് ആരോടും കൈനീട്ടാൻ വയ്യ, പ്ലീസ്. സുധീഷ് പറയുന്നു, ശരി കേറ. തുടർന്ന് അവർ ആ വള വിൽക്കാനായി ഒരു കടയിലേക്ക് വരികയാണ്. കടയിലെ ആള് പറയുന്നു, മേഡം 2 വളകളും കൂടി 3.5 പവനും 10 മില്ലിയുണ്ട്. ഇന്നത്തെ വില അനുസരിച്ച് പണിക്കൂലി കഴിഞ്ഞ് ഏതാണ്ട് 3 ലക്ഷത്തിന് മുകളിൽ കിട്ടും. ചൂടാക്കി നോക്കിയിട്ട് എക്സാക്ട് വില പറയാൻ പറ്റൂ. നിധി പറയുന്നു, അത്രയും വേണ്ട, ഒരു വള മതി. അയാൾ പറയുന്നു, ശരി മേഡം, ചൂടാക്കാലോ അല്ലേ? സുധീഷ് പറയുന്നു, കയ്യിൽ കിടക്കുമ്പോ ഇത്രയേ ഉള്ളൂ, എന്താ വിലയല്ലേ? കടക്കാരൻ പറയുന്നു, മേഡം ഇത് 1 ലക്ഷം, ഇത് 38,000. ആ പണം വാങ്ങിച്ച് നിധി പറയുന്നു, ശരി പോകാം. തുടർന്ന് നിധി സുധീഷിന്റെ നേരെ പണം നീട്ടുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, ഇതെന്തിനാ? നിധി പറയുന്നു, സുധീഷ് ഇതുവരെ എത്ര ചിലവാക്കിയെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, ഇതിരിക്കട്ടെ. സുധീഷ് പറയുന്നു, അതൊന്നും വേണ്ട, പിന്നെ അത് ഇയാളങ്ങ് കൈവച്ചാ മതി. നിധി പറയുന്നു, അങ്ങനെയല്ല, എനിക്ക് വേണ്ടി ഇത്രമാത്രം കഷ്ടപ്പെട്ടതല്ലേ, സ്വന്തം ജോലി ഉപേക്ഷിച്ച് എനിക്ക് വേണ്ടി എത്ര ദിവസമായിട്ട് അലയുക, എല്ലാ ചിലവും സുധീഷിന്റെ കയ്യിൽ നിന്നല്ലേ എടുത്ത് നടത്തിയത്. സുധീഷ് ചോദിക്കുന്നു, അതുകൊണ്ട്? നിധി പറയുകയാണ്, ഈ കാശ് കയ്യിൽ വെച്ചോളൂ. സുധീഷ് പറയുന്നു, നിധി ഇത് വല്ലാത്ത കഷ്ടമാണേ. നിധി പറയുന്നു, അങ്ങനെയല്ല, എന്നായാലും ഇതൊക്കെ ഞാൻ തരേണ്ടതല്ലേ? സുധീഷ് പറയുന്നു, ഓഹോ അങ്ങനെയാണല്ലേ. എടോ ഇയാളുടെ കാര്യങ്ങൾ തന്നെ ഇതുവരെ ശരിയായിട്ടില്ല, ഹോസ്റ്റലോ ഒന്നും ശരിയായിട്ടില്ല, ആ സമയത്ത് ഇതാണോ വലുത്? നിധി പറയുന്നു, കടം എന്തായാലും കടവല്ലേ സുധീഷ്, എന്തായാലും ഇത് കയ്യിൽ വെച്ചേക്കൂ. സുധീഷ് പറയുകയാണ്, എന്തിനാ ഇത്രയധികം പണം? ഞാൻ പണമേ വേണ്ടെന്ന് പറഞ്ഞതല്ലേ. നിധി പറയുന്നു, എനിക്ക് ആവശ്യം വന്നാൽ ഇനിയും ചോദിക്കാമല്ലോ. സുധീഷ് പറയുകയാണ്, നിധി എന്നെ ഇപ്പോഴും വെറും ഡ്രൈവറായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. നിധി പറയുന്നു, അതുകൊണ്ടല്ല സുധീഷ്, എനിക്കിപ്പം ഡിപ്പെൻഡ് ചെയ്യാൻ ഒരാള് സുധീഷ് മാത്രമേ ഉള്ളൂ. ഇയാൾക്ക് കഴിയാവുന്നതിന്റെ പരമാവധി ഇയാൾ എന്നെ സഹായിക്കുന്നുണ്ട്, അതിനുവേണ്ടി ഇയാളുടെ ലൈഫ് തന്നെ പ്രശ്നത്തിലാകുകയും ചെയ്തു. ഇതെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകില്ല, അതാ പ്ലീസ് ഇത് വെക്കൂ. സുധീഷ് ചോദിക്കുന്നു, അപ്പൊ ശരിക്കും ഞാനൊരു ഡ്രൈവർ മാത്രമായി അല്ലെ? നിധി പറയുന്നു, ഞാൻ പറഞ്ഞത് സുധീഷിന് മനസ്സിലാകുമെന്ന് എനിക്കറിയാം, പ്ലീസ്. ആ പണം വാങ്ങി സുധീഷ് മനസ്സിൽ പറയുന്നു, നിനക്ക് ഞാനൊരു ഡ്രൈവർ മാത്രമായിരിക്കാം, പക്ഷെ എനിക്ക് നീ അങ്ങനെയല്ല. ഈ വണ്ടിയിൽ നീ ഇരിക്കുന്നത് വെറും ഒരു യാത്രക്കാരിയായിട്ട് മാത്രമല്ല, അത് നിനക്ക് വൈകാതെ മനസ്സിലാകും. അങ്ങനെ പുഞ്ചിരിച്ച് നിധിയെ നോക്കുന്ന സുധീഷിനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. രാത്രി ആലോചിച്ചുകൊണ്ട് പുറത്തിരിക്കുകയാണ് നിധി. നിധിയുടെ അരികിലേക്ക് വരികയാണ് സുഭാഷും സുധീഷും. നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ എനിക്കൊരു സഹായം ചെയ്യുമോ? സുഭാഷ് പറയുന്നു, പറ. അപ്പോൾ നിധി പറയുകയാണ്, ഒരു മുറിയായാലും മതി, എവിടെയും എനിക്ക് വാടകയ്ക്ക് എടുത്തു തരുമോ? സുഭാഷ് ചോദിക്കുന്നു, അത്ര തിരക്ക് പിടിച്ച് നോക്കണോ? വേണോ എന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് പോകുമ്പോൾ സുധീഷ് പറയുകയാണ്, ഞങ്ങൾ തമ്മിലുള്ള ഒരു ഇഷ്ടം ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ അവൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകണ്ടേ? അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായാലല്ലേ അവൾക്ക് ഇവിടെ തന്നെ കഴിയണമെന്ന് തോന്നും. ഇത് കേട്ട് സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് തലയാട്ടുകയാണ് സുഭാഷ്. സുധീഷ് ചിരിച്ചുകൊണ്ട് സുഭാഷിനെ നോക്കുന്നു. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.